വിലാപങ്ങളുടെ പുസ്തകം ആണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 4ാം ഭാഗമാണ്. ഇന്നത്തെ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പഠനത്തിൽ പറയുന്ന പ്രധാന ചിന്തകൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കാമെങ്കിൽ, എഴുതി പോകാമെങ്കിൽ ഈ പഠനം കൂടുതൽ നന്നായി ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നത്തെ പഠന വിഷയം വിലാപങ്ങളുടെ രചയിതാവ് യിരെമ്യാവ് അല്ല എന്ന ചില ചിന്തകന്മാരുടെ അഭിപ്രായമാണ് പരിശോധിക്കുന്നത്. വിലാപങ്ങളുടെ രചയിതാവ് യിരെമ്യാവല്ല എന്ന വിഷയം. വിലാപങ്ങളുടെ ഗ്രന്ഥകർത്താവ് യിരെമ്യാവ് തന്നെയോ എന്ന വിഷയത്തിന്റെ 3ാം ഭാഗവുമാണിത്. ഈ പഠനത്തിന്റെ ഒടുവിൽ ഇതിൽ നിന്നും കുറച്ച് ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പഠന വിഷയം എന്തുകൊണ്ടാണ് വിലാപങ്ങളുടെ രചയിതാവ് യിരെമ്യാവല്ല എന്ന് ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്? ഇത് ആധുനിക ചിന്തകന്മാരുടെ അഭിപ്രായമാണ്. 20ാം നൂറ്റാണ്ടിൽ ആണ് ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ തർക്കം ആരംഭിക്കുന്നത്. അതുകൊണ്ട് യിരെമ്യാവിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ ഇവർ നിഷേധിക്കുന്നതിനുള്ള 4 പ്രധാന കാരണങ്ങളാണ് ഇവിടെ പഠന വിഷയമാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്, യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തനാഖിൽ വിലാപങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം മറ്റ് പ്രവചന ഗ്രന്ഥങ്ങൾക്കൊപ്പം ആയിരുന്നില്ല എന്ന വാദമാണ്. ഈ വാദത്തിന് കാരണം വിലാപങ്ങളുടെ പുസ്തകം ഒരു പ്രവചന പുസ്തകമായി യഹൂദന്മാർ അഥവാ എബ്രായർ കരുതിയിരുന്നില്ല. അവരുടെ മതഗ്രന്ഥമായ തനാഖിൽ എഴുത്തുകൾ, എബ്രായ പദം കെത്തുവീം എന്നാണ്, റൈറ്റിംഗ്സ് എന്നാണ് ഇംഗ്ലീഷിൽ, ഈ ഗണത്തിലാണ് വിലാപങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത്. അഥവാ ഇംഗ്ലീഷ്, മലയാളം, ബൈബിൾ ഗ്രന്ഥത്തിലേതുപോലെ പ്രവചന ഗ്രന്ഥങ്ങൾക്കൊപ്പം വിലാപങ്ങളുടെ പുസ്തകത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് അർത്ഥം. വിലാപങ്ങൾ രചിച്ചത് പ്രവാചകനായ യിരെമ്യാവല്ല എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. എബ്രായ മതഗ്രന്ഥമായ തനാഖിൽ എഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഗണത്തിൽ രൂത്തിന്റെയും സഭാപ്രസംഗിയുടെയും പുസ്തകത്തിന്റെ മധ്യയാണ് വിലാപങ്ങൾ എന്ന പുസ്തകം ചേർത്തിരിക്കുന്നത്. ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗി, എസ്തേർ എന്നീ ഗ്രന്ഥങ്ങൾക്കൊപ്പം. ഈ 5 ഗ്രന്ഥങ്ങളെ പൊതുവിൽ അറിയപ്പെടുന്നത് 5 സ്ക്രോൾസ് അഥവാ 5 ചുരുളുകൾ എന്നത്രേ. മറ്റു ഗ്രന്ഥങ്ങൾ ബുക്ക് ഓഫ് ഡാനിയേൽ, എസ്ര, നെഹമ്യാവ്, 1st and 2nd ക്രോണിക്കിൾസ് എന്നിവയാണ്. ഇവയും എഴുത്തുകൾ അഥവാ കെത്തുവീം എന്ന ഗണത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആണ്. എഴുത്തുകൾ അഥവാ കെത്തുവീം എന്ന ഒരു പദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാനായി ചുരുക്കമായി തനാഖ് ബൈബിളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. എബ്രായ ബൈബിളിന്റെ 3 വിഭാഗങ്ങളെ ചുരുക്കിയാണല്ലോ തനാഖ് എന്ന് വിളിച്ചിരിക്കുന്നത്. തനാഖ് എന്ന വാക്കിലെ TNK എന്നീ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് തോറ എന്നാണ്. തോറ എന്നാൽ ന്യായപ്രമാണം. 5 ഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. പെന്റാറ്റുക്ക്, പെന്റ എന്ന് പറഞ്ഞാൽ 5, പെന്റാറ്റുക്ക് 5 പുസ്തകങ്ങൾ. തോറ ന്യായപ്രമാണം, അതിൽ 5 ഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് അർത്ഥം. രണ്ടാമത്തെ ലെറ്റർ അക്ഷരം N ആണ്. നെവീം അല്ലെങ്കിൽ നാവീം, ഈ പദത്തിന് പ്രോഫറ്റ്സ് അഥവാ പ്രവാചകന്മാർ എന്ന് അർത്ഥം. ഇത് പ്രവചന ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കെത്തുവീം അഥവാ റൈറ്റിംഗ്സ്, എഴുത്തുകൾ എന്ന് ഇതിനർത്ഥം. ഈ ഗണത്തിലാണ് വിലാപങ്ങളുടെ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. യിരെമ്യാവിന്റെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് നവീം, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലാണ്. അതുകൊണ്ട് വിലാപങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളുടെ ഗണത്തിലല്ല, എഴുത്തുകൾ എന്ന ഗണത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്
ഒരു പ്രവചന ഗ്രന്ഥമായി വിലാപങ്ങളുടെ പുസ്തകത്തെ യഹൂദന്മാർ അഥവാ എബ്രായർ അംഗീകരിച്ചിരുന്നില്ല. ഇത് പ്രവാചകനായ യിരെമ്യാവിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ നിഷേധിക്കുന്നതിന് ആധുനിക ചിന്തകന്മാരെ ഇടയാക്കി. യിരെമ്യാവിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ നിഷേധിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം 2 ദിനവൃത്താന്തങ്ങൾ 35 അധ്യായം 25 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ്. ആദ്യം ആ വാക്യം ഒന്ന് നോക്കാം. 2 ദിനവൃത്താന്തം 35:25. യിരെമ്യാവും യോശിയാവെ കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെ കുറിച്ച് പ്രസ്താവിക്കുന്നു. ഇസ്രയേലിൽ അത് ഒരു ചട്ടമാക്കിയിരിക്കുന്നു. അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ രാജാവായ യോശിയാവിന്റെ നിര്യാണത്തിൽ യിരെമ്യാവ് ഒരു വിലാപം നടത്തി എന്ന ഈ ആശയം സ്വീകരിച്ചാണ് യിരെമ്യാവിനെ വിലാപങ്ങളുടെ എഴുത്തുകാരനായി അംഗീകരിച്ച് വന്നിരുന്നത്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം യോശിയ രാജാവിനെ കുറിച്ചുള്ള ഒരു പരാമർശവും വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. സെപ്റ്റ്വാജന്റ് വൾഗേറ്റ്, ഗ്രീക്ക്, ലത്തീൻ ഭാഷയിലുള്ള ബൈബിൾ വിവർത്തകർ യിരെമ്യാവ് വിലാപങ്ങൾ എഴുതിയതായി ദിനവൃത്താന്തങ്ങളിലെ ഈ വാക്യത്തിൽ നിന്ന് അവർ തെറ്റായി അനുമാനിച്ചതാകാമെന്ന് ആധുനിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. 2 ദിനവൃത്താന്തം 35:25 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ രാജാവായ യോശിയാവിനെ കുറിച്ച് ഒരു പരാമർശവും വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല. തന്മൂലം യിരെമ്യാവ് ഇങ്ങനെ ഒരു വിലാപം കഴിച്ചിട്ടില്ല, നിർവഹിച്ചിട്ടില്ല എന്ന് ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നു. ഇതത്രേ 2 ദിനവൃത്താന്തം 35:25 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യിരെമ്യാവിന് നൽകിയിരിക്കുന്ന ഗ്രന്ഥ കർത്തൃത്വത്തെ ആധുനിക പണ്ഡിതന്മാർ എതിർക്കുന്നത്. യിരെമ്യാവിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ നിഷേധിക്കുന്നതിനുള്ള മൂന്നാമത്തെ കാരണം യഹൂദ ജനം മിസ്രൈമിനെ ആശ്രയിച്ചുവെന്ന വിലാപങ്ങളുടെ പുസ്തകത്തിലെ പരാമർശം ആണ്. ഇത് യിരെമ്യാവിന്റെ ഗ്രന്ഥത്തിന് എതിരാണ്. ആദ്യം വിലാപങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് നോക്കാം. വിലാപങ്ങൾ 4 അധ്യായം 17 വാക്യം മാത്രം ഒന്ന് നോക്കാം. വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത ജാതികൾക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. വിലാപങ്ങൾ 4 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ വാക്യങ്ങളിൽ യഹൂദായിലെ കള്ളപ്രവാചകന്മാരും രാഷ്ട്രീയ നേതാക്കളും ബാബിലോണ്യ സൈന്യത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ മിസ്രൈമിനെ, ഈജിപ്റ്റിനെ ആശ്രയിച്ചു എന്ന വിവരണം നൽകുന്നു. എന്നാൽ ഇത് യിരെമ്യാ പ്രവചനം അംഗീകരിക്കുന്നില്ല. ഉദാഹരണമായി ഒരു വാക്യം ഇങ്ങനെയാണ്. 37 അധ്യായം 5 വാക്യം. ഫറവോന്റെ സൈന്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അഥവാ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ അഥവാ ബാബിലോണ്യർ കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി. അവർ യെരുശലേമിനെ നിരോധിച്ചു കൊണ്ടിരുന്നവരാണ്. യെരുശലേമിനോട് എതിരിട്ട് നിന്നവരാണ്. അതുകൊണ്ട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിസ്രൈം രാജാവിന്റെ സഹായം യിരെമ്യാവ് ആഗ്രഹിച്ചിട്ടില്ല, അത് ലഭിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ അവർ യഹൂദയെ ആക്രമിക്കുവാനാണ്, നിരോധിക്കുവാനാണ് ശ്രമിച്ചത്. വിലാപങ്ങൾ രചിച്ചത് യിരെമ്യാവ് ആയിരുന്നുവെങ്കിൽ ഈ പരാമർശം നടത്തുകയില്ലായിരുന്നുവെന്ന് ആധുനിക ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നു. യിരെമ്യാവിന് നൽകിയിട്ടുള്ള വിലാപങ്ങളുടെ രചനാ കർത്തൃത്വം നിഷേധിക്കപ്പെടുവാനുള്ള മറ്റൊരു പ്രധാന കാരണം ഇതത്രേ.
യിരെമ്യാവിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ നിഷേധിക്കുന്നതിനുള്ള നാലാമത്തെ കാരണം യിരെമ്യാ പ്രവചനവും വിലാപങ്ങളുടെ പുസ്തകവും പുലർത്തുന്ന കാവ്യ ശൈലിയിലെ പോയറ്റിക് സ്റ്റൈലിലെ അന്തരമാണ്, ഡിഫറൻസ് ആണ്. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ ഒരു രചയിതാവെന്ന നിലയിൽ യിരെമ്യാവിനെ നിഷേധിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം അതിന്റെ ശൈലിയാണ്. വിലാപങ്ങളിലെ കാവ്യശൈലി യിരെമ്യാവിൻ്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. തന്മൂലം എഴുത്തുകാരൻ യിരെമ്യാവല്ല, യെരുശലേമിന്റെ പതനത്തിന്റെ ഒരു അജ്ഞാത ദൃക്സാക്ഷി ആയിരിക്കാമെന്ന് വാദിക്കുന്നവരാണ് ആധുനിക ചിന്തകന്മാർ. അതുകൊണ്ട് രണ്ട് ഗ്രന്ഥങ്ങളുടെയും ചരിത്രപരതയും രൂപവികാസവും ഹിസ്റ്റോറിസിറ്റി ആൻഡ് ഫോർമേഷൻ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു ഗ്രന്ഥങ്ങളും ഒരു എഴുത്തുകാരന്റെ നിർമ്മിതിയാണെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിപ്പെടുന്നത് ദുഷ്കരമാണെന്ന് ആധുനിക ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ ഒരു കൺക്ലൂഷൻ എന്ന വിധത്തിൽ പറയാനുള്ളത്, ആധുനിക പണ്ഡിതന്മാർക്കിടയിലെ സമവായം വിലാപങ്ങൾ എഴുതിയത് യിരെമ്യാവ് അല്ല എന്നത്രേ. ഒരുപക്ഷെ മിക്ക പുരാതന സാഹിത്യങ്ങളെയും പോലെ രചയിതാവ് അജ്ഞാതനായി തുടരുന്നു. മിക്കവാറും പുസ്തകത്തിന്റെ ഓരോ അധ്യായവും ഒന്നോ അതിലധികമോ കവികൾ, പോയറ്റ്സ് രചിച്ചതാണെന്നും മറ്റൊരവസരത്തിൽ അവയെല്ലാം ചേർത്തുവെച്ച് ഒരു പുസ്തകമാക്കിയതാണെന്നും ഇവർ കരുതുന്നു. ഇപ്രകാരം ഈ പുതിയ പഠനങ്ങൾ നടക്കുമ്പോഴും പാരമ്പര്യമായും പൊതുവായും യിരെമ്യാവിന് തന്നെയാണ് വിലാപങ്ങളുടെ ഗ്രന്ഥകർത്തൃത്വം നൽകി വരുന്നത്. കാരണം വാൾട്ടർ സി കെയ്സർ അഭിപ്രായപ്പെടുന്നു, those who favor him as the writer do so because of the theological similarities between this book and the book of Jeremiah, the stylistic similarities with other writings of the same period, and for sentimental reasons. ഇപ്രകാരമാണ് വാൾട്ടർ പറയുന്നത്, ഈ പുസ്തകവും അഥവാ വിലാപങ്ങളും യിരെമ്യാവിന്റെ പുസ്തകവും തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ സമാനതകളും അതേ കാലഘട്ടത്തിലെ മറ്റ് രചനകളുമായുള്ള പുസ്തകങ്ങളുമായുള്ള ശൈലീപരമായ സാമ്യങ്ങളും വൈകാരിക കാരണങ്ങളാലുമാണ് അദ്ദേഹത്തെ യിരെമ്യാവിനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അനുകൂലിക്കുന്നവർ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് കേട്ട വിഷയങ്ങളെ, പഠിച്ച വിഷയങ്ങളെ ഒന്ന് റിവ്യൂ ചെയ്യാം, ഒന്ന് റീക്യാപ്പ് ചെയ്യാം. റിവ്യൂ ആൻഡ് റീക്യാപ്പ്. പഠിച്ചതിനെ ഒന്ന് ഓർത്തെടുക്കുവാൻ ചില ചോദ്യങ്ങളാണ് ഇവിടെ നൽകുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മെത്തേഡ്. ആദ്യത്തെ ചോദ്യം, ആധുനിക ചിന്തകന്മാർ വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യിരെമ്യാവല്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയത് ഏത് നൂറ്റാണ്ടു മുതലാണ്? ഉത്തരം നിങ്ങൾക്ക് ആലോചിക്കാം. ഉത്തരം 20-ാം നൂറ്റാണ്ടു മുതൽ. അടുത്ത ചോദ്യം, എബ്രായ മതഗ്രന്ഥത്തിന്റെ 3 വിഭാഗങ്ങളെ ചുരുക്കി വിളിക്കുന്ന പേരെന്ത്? നമ്മൾ ഈ വിഷയം പഠിച്ചതാണ്, ഒന്ന് ഓർത്തു നോക്കുക. ഉത്തരം തനാഖ്. തനാഖ്. അടുത്ത ചോദ്യം, എബ്രായ മതഗ്രന്ഥമായ തനാഖിന്റെ 3 വിഭാഗങ്ങൾ ഏതെല്ലാം? 3 വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ 3 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിലാണ് വിലാപങ്ങൾ എന്ന പുസ്തകം ഉൾക്കൊള്ളുന്നത്. ഉത്തരം ടി തോറ അഥവാ ന്യായപ്രമാണം, എൻ നെവീം നാവീം പ്രോഫറ്റ്സ് പ്രവാചകന്മാർ, കെ കെത്തുവീം റൈറ്റിംഗ്സ് എഴുത്തുകൾ. ഈ 3 വിഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, എഴുത്തുകളുടെ അഥവാ റൈറ്റിംഗ്സ് കെത്തുവീം ഗണത്തിൽ 5 ചുരുളുകൾ 5 സ്ക്രോൾസ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? 5 പുസ്തകങ്ങൾ. ഉത്തരം ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗി, എസ്തർ.
അടുത്ത ചോദ്യം, യോശിയ രാജാവിന്റെ നിര്യാണത്തിൽ യിരെമ്യാവ് നടത്തിയെന്ന് പറയപ്പെടുന്ന വിലാപം രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഏത്? ഉത്തരം 2 ദിനവൃത്താന്തങ്ങൾ 35-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യിരെമ്യാ പ്രവചനം, വിലാപങ്ങൾ ഇവയുടെ രചനാ ശൈലികളിലെ അന്തരം സൂചിപ്പിക്കുന്നത് ഏതു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യിരെമ്യാ പ്രവചനവും വിലാപങ്ങളുടെ പുസ്തകവും അന്തരം സൂചിപ്പിക്കുന്നത്, ഒരു ഡിഫറൻസ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കാവ്യശൈലിയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ പോയറ്റിക് സ്റ്റൈലിന്റെ അടിസ്ഥാനത്തിൽ. അടുത്ത ചോദ്യം, വിലാപങ്ങളിലെ കാവ്യശൈലി യിരെമ്യാവിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ എഴുത്തുകാരൻ ആരായിരിക്കാം എന്നാണ് ആധുനിക ചിന്തകന്മാർ വാദിക്കുന്നത്? ഉത്തരം യെരുശലേമിന്റെ പതനത്തിന്റെ ഒരു അജ്ഞാത ദൃക്സാക്ഷിയായിരിക്കാം. ഒരു അജ്ഞാത ദൃക്സാക്ഷിക്കാണ് വിലാപങ്ങളുടെ ഗ്രന്ഥകർത്തൃത്വം ആധുനിക ചിന്തകന്മാർ നൽകുന്നത്. അടുത്ത ചോദ്യം, വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യിരെമ്യാവല്ല എന്ന് പറയുന്നതിന്റെ 4 കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ 4 കാരണങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, അതൊന്ന് ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കുക. 1 പറഞ്ഞത്, യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തനാക്കിൽ വിലാപങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനം മറ്റ് പ്രവചന ഗ്രന്ഥങ്ങൾക്കൊപ്പം ആയിരുന്നില്ല. അഥവാ അർത്ഥം എഴുത്തുകൾ എന്ന ഗണത്തിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 2 പഠിച്ചത്, 2 ദിനവൃത്താന്തങ്ങൾ 35-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യോശിയ രാജാവിന്റെ നിര്യാണത്തിൽ യിരെമ്യാവ് നടത്തിയെന്ന് പറയപ്പെടുന്ന വിലാപം സാഹചര്യങ്ങളുമായി ചേർന്നു വരുന്നില്ല. 3 നമ്മൾ പഠിച്ചത്, യഹൂദ ജനം മിസ്രൈമിനെ ആശ്രയിച്ചുവെന്ന വിലാപങ്ങളുടെ പുസ്തകത്തിലെ പരാമർശം യിരെമ്യാവിന്റെ ഗ്രന്ഥത്തിന് എതിരാണ്. യിരെമ്യാവിന്റെ ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടിന്, ദൈവശാസ്ത്ര വിഷയങ്ങൾക്ക്, യിരെമ്യാവിൻ്റെതായ താല്പര്യങ്ങൾക്ക് എതിരാണ്. 4 ഒടുവിലായി പറഞ്ഞത്, യിരെമ്യാ പ്രവചനവും വിലാപങ്ങളുടെ പുസ്തകവും പുലർത്തുന്ന കാവ്യശൈലിയിലെ അന്തരമാണ്. കാവ്യശൈലിയിലെ അന്തരമാണ്, അഥവാ പോയറ്റിക് സ്റ്റൈലിലുള്ള ഡിഫറൻസ് ആണ്. ഒടുവിലത്തെ ചോദ്യമായിരുന്നു ഇത്. അടുത്ത വീഡിയോയിൽ ആമുഖ വിവരണത്തിന്റെ 5-ാം ഭാഗം കേൾക്കാം. പഠനത്തിൽ തുടർച്ചയായി പങ്കെടുക്കുമല്ലോ. പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.